മുംബൈക്കടുത്ത് ഭയന്തറിൽ ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 6 ദിവസം കഴിഞ്ഞ് വിവാഹം നടക്കേണ്ട പെൺകുട്ടി അടക്കമുള്ളവരാണ് പുലിയുടെ ആക്രമണത്തിന് ഇരയായത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും വിവരങ്ങളുമായിട്ട്. ശ്രീനാഥ്, ഇപ്പോൾ ആളുകളൊക്കെ ഭീതിയിലായിരുന്നു. ഈ ഭാന്തറിൽ ഫ്ളാറ്റിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? പുറത്തേക്ക് ചാടിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അത് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? പിന്നെ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില തൃപ്തികരമാണല്ലോ അല്ലേ? ജിക്ക്, ഞാനിപ്പോൾ ഉള്ളത് ഈ കെട്ടിടത്തിന്, ഈ ഫ്ളാറ്റിന് തൊട്ട് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ പുലിയെ കൊണ്ടുപോകാനുള്ള വാഹനം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ നിന്ന് എത്തിച്ച വാഹനത്തിലാണ് കൂടുള്ളത്. അതിലേക്കാണ് പുലിയെ മാറ്റേണ്ടത്. പുലിയെ പിടികൂടുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിനോടകം തന്നെ വലയും മറ്റുമൊക്കെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ തന്നെ വെടിവെക്കാനുള്ളവരും ഉള്ളിൽ എത്തിയിരുന്നു, ആ ഫ്ളാറ്റിനകത്തേക്ക് എത്തിയിരുന്നു. പുലി ആ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതോടെയാണ് ഈ ഒരു ദൗത്യത്തിന്റെ ആദ്യത്തെ ഒരു ഘട്ടം പൂർത്തിയായത്. പിന്നീട് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടങ്ങി. ഇപ്പോൾ അതിന് മയക്കുവെടി വെച്ചു എന്നൊരു സൂചനയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ വലയും മറ്റുമൊക്കെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിലാക്കി പുലിയെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊരു പൂർണ്ണമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടെയുള്ളത് അത്രയും ഫ്ളാറ്റുകളും മറ്റുമാണ്. അങ്ങനെ ഒരു ഫ്ളാറ്റിനകത്തേക്കാണ് പുലി ഓടിക്കയറുകയും ആ വീടിനകത്തുള്ള ആളുകളെ പുലി ഗുരുതരമായി തന്നെ ആക്രമിച്ചു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആശുപത്രിയിലുള്ള പരിക്കേറ്റവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. സമീപത്തെ സായിബാബ ആശുപത്രിയിലാണ് പരിക്കേറ്റവരുള്ളത്. അതിൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാർക്കും ഒക്കെ തന്നെ വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതുവരെ 4 പേരുടെ പരിക്കേറ്റു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്ത് തന്നെ വിവാഹം നടക്കേണ്ട ഒരു പെൺകുട്ടിയാണ് ഈ ആക്രമണത്തിനിരയായ സ്ത്രീ എന്നത് കൂടി ഈ ശ്രദ്ധേയമാണ്. ഏതായാലും ഇപ്പോൾ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ കെട്ടിടം പൂർണ്ണമായും തന്നെ ആളുകളെ ഒഴിപ്പിച്ചിട്ടില്ല. അവരവരുടെ ഫ്ളാറ്റുകളിൽ അകത്ത് തന്നെ വാതിലടച്ചിരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അത് ആളുകൾ അനുസരിക്കുന്നുമുണ്ട്. പുലിയുള്ള ഫ്ളാറ്റിന് ഉള്ളിലേക്ക് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിനുള്ള സംഘം പ്രവേശിക്കുകയും അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. ജി കെ, നമുക്കറിയാം, സമീപകാലത്ത് മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ പുലിയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു. വിവിധ ജില്ലകളിലായി ആക്രമണം വ്യാപിക്കുന്നു. ചെറിയ കുട്ടികളെ അടക്കം പുലി പിടിച്ചു കൊണ്ടുപോകുന്ന സംഭവം, എന്തിന് ജുന്നാറിൽ നിന്നുള്ള ഒരു MLA നിയമസഭയിലേക്ക് പുലിവേഷം കെട്ടിയെത്തി തന്റെ പ്രതിഷേധം അറിയിക്കേണ്ട വരെ സാഹചര്യം ഉണ്ടായി. ആ തരത്തിൽ അതീവ ഗുരുതരമാണ്. ഇന്നിപ്പോൾ ചന്ദ്രാപൂരിൽ നിന്ന് മുള വെട്ടാൻ പോയ ഒരു 63കാരനെ പുലി കൊലപ്പെടുത്തിയ വാർത്ത കൂടി പുറത്തു വന്ന സമയമാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഈ പുലി ആക്രമണങ്ങൾ വ്യാപിക്കുന്നു. അത് മുംബൈ നഗരത്തിന് തൊട്ടടുത്തുള്ള ഒരിടത്തു കൂടി ആ പുലി ആക്രമണം എത്തി എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മുംബൈ നഗരത്തോട് ചേർന്ന് തന്നെയാണ്. അതിനകത്ത് പുള്ളി അടക്കമുള്ള വന്യജീവികളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ വന്യജീവികൾ കാടിറങ്ങി നഗരത്തിലേക്ക് എത്തുന്നത് പണ്ടൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യം, അതിപ്പോൾ പതിവ് സംഭവമായി മാറി എന്നത് കൂടി ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. ജി കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈയിലെ ഭയന്തറിൽ ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിലേക്ക് ഇതിനോടകം മാറ്റിയിട്ടുണ്ട്. 6 ദിവസം കഴിഞ്ഞ് വിവാഹം നടക്കേണ്ട പെൺകുട്ടി അടക്കമുള്ളവരെയാണ് പുലിയെ ആക്രമിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി അവിടെ നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.